PC ട്യൂഷൻ സെന്ററിന്റെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷാണ് എടുക്കാൻ പോകുന്നത്. 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇപ്പൊ 2 ദിവസം കൊണ്ട് എടുത്തത്. ഇന്ന് 3ാമത്തെ പാർട്ടാണ് ദ റേസ് എന്നുള്ള പാഠം. നിഷ പഞ്ചാബി എഴുതിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദ റേസ്. അതിനെ കുറിച്ചാണ് നമ്മൾ എടുത്തത്. അതിന് നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ട്. നമ്മുടെ മെയിൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് തരുൺ ആണ്. Tarun, he was not a good student. He was only an average student. He was not a best student. He was an average student ആയിരുന്നു. അപ്പൊ വീട്ടുകാരുടെ ചീത്തയും ബഹളം ഒക്കെ കേട്ട് ഒരു ദിവസം പരീക്ഷ എഴുതി. പരീക്ഷയില് he failed in that terminal exam. So he was scolded by his father. And his friends also mocked at him. They teased at him. Then he became very sad. നമ്മൾ പറഞ്ഞു തരുൺ എന്താ ചെയ്യാറ്? When he was sad, how did he relaxed, അല്ലെങ്കിൽ he removed his pent up emotion. അവൻ എങ്ങനെയാണ് അവനവന്റെ pent up emotion റിലീസ് ചെയ്യാറെന്ന് പറഞ്ഞു. ഓടി ഓടി തളർന്ന് ക്ഷീണിച്ചിട്ടാണ് അവനവന്റെ ഫീലിങ്സ്, അവന്റെ വിഷമം സങ്കടം ഒക്കെ മാറ്റി കളയാറുള്ളത് അല്ലെ. അങ്ങനെ വിഷമം സങ്കടം മാറ്റി കളയുന്ന അന്നൊരു ദിവസം, on that particular day, what happened? He failed and his father scolded and his friends teased him. They made fun of him. അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഹി അറ്റ് വെരി എന്താ വെച്ചാ നല്ല നട്ടുച്ച നേരത്താണ് അവൻ ഓടുന്നത്. ഓടി ഓടി തളർന്ന് ഒരു ബെഞ്ചുമ വന്നിരുന്നപ്പോഴാണ് തൊട്ടടുത്തൊരു ശബ്ദം കേട്ടു. അതാരായിരുന്നു? ഇറ്റ് വാസ് രാം നാരായൺ. ഹിസ് മീറ്റിംഗ് വിത്ത് രാം നാരായൺ. ഇറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ടു ഹിസ് ലൈഫ്. നമ്മൾ പഠിച്ചതാണ് അല്ലെ. അവന്റെ ലൈഫിന് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു രാം. ഇത്രയും നാള് ഇതുവരെ he was the black sheep of the family. പക്ഷെ രാം നാരായണനെ കണ്ടത് അവന്റെ ഫാമിലിയിലെ നല്ലൊരു മെമ്പർ എന്ന് വെച്ചാൽ അവന്റെ ജീവിതം തന്നെ മാറ്റി മറിക്കുകയാണ്. he became a good boy. That is, he started his life. അവന്റെ ജീവിതം തന്നെ തുടങ്ങാണ്. വേറൊരു ജീവിതം അവൻ തുടങ്ങുകയാണ്. എന്ന് വെച്ചാൽ a good, what was his dream? ഒരു ഗുഡ് റണ്ണർ. ഹി വാണ്ടഡ് ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. വേൾഡിലേക്ക് വെച്ച് നല്ലൊരു ഓട്ടക്കാരനാണ് എന്നുള്ള ആഗ്രഹമായിരുന്നു അവന്റെ. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ അത് സാധിച്ചു കിട്ടാൻ ഒരു അവസരമാണ്, ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു രാം നാരായണനെ മീറ്റ് ചെയ്ത്. അങ്ങനെ രാം നാരായൺ അവനോട് ഒരു കണ്ടീഷൻ പറഞ്ഞു. അവനവന്റെ വിഷമം പറഞ്ഞപ്പോ രാം നാരായണൻ ആശ്വസിപ്പിക്കുകയാണ്. ബട്ട് ഹി സെഡ് ദാറ്റ് ഹി വിൽ ടീച്ച് ഹിം. He will give the training കൊടുക്കാം. പക്ഷെ one condition. What is the condition? അതുകൊണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചത്. എന്താണ് കണ്ടീഷൻ ഉണ്ടായത്? നെഹ്റു സ്റ്റേഡിയത്തില് നവംബർ 14 ചിൽഡ്രൻസ് ഡേ, നവംബർ 14 ഒരു റേസ് നടക്കുന്നുണ്ട്. ആ റേസിൽ പങ്കെടുക്കണം. ആൻഡ് ഹി വാണ്ടഡ് ടു ഗെറ്റ് ദ ഫസ്റ്റ്. അതിൽ ഫസ്റ്റ് ആയി വിജയിച്ചു വന്നാൽ രാം നാരായണ അവന്റെ കോച്ചായിട്ട് നിൽക്കാമെന്ന്, അവന് ട്രെയിനിങ് കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ തരുൺ അത് സമ്മതിച്ചു. രാം നാരായൺ പറയുന്നേ, ഇനി എന്റെ ജോലി ആ റേസിൽ പങ്കെടുക്കാനായിട്ട് എല്ലാവർക്കും പറ്റില്ല. അതിനൊരു ടിക്കറ്റ്, അവനെന്ത് ചെയ്യണം? എൻട്രി പാസ് അവന് കൊടുക്കണം. അതിനുവേണ്ടി രാംനാരായൺ പോവാണ്. രാംനാരായൺ പറഞ്ഞു, ഇനി ഞാൻ വരുന്നത് നിനക്ക് എൻട്രി പാസ് കൊണ്ടായിരിക്കും. എന്താണ്? 5 ദിവസം കഴിഞ്ഞാൽ ഇതേ സ്ഥലത്ത് ഞാൻ വരും. 5 ദിവസം കഴിഞ്ഞാൽ അപ്പൊ നീ വന്നാൽ നിനക്ക് ഞാൻ എൻട്രി പാസ് തരാമെന്ന്. അങ്ങനെ തരുൺ അന്നത്തെ ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയത് ഭയങ്കര സന്തോഷം. വീട്ടിൽ നിന്ന് വന്നത് ഭയങ്കരമായിട്ട് കരഞ്ഞ് സങ്കടപ്പെട്ട് ഓടാൻ വേണ്ടി വന്നതാണ്. പക്ഷെ തിരിച്ചു പോകുന്ന തരുണിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഫാദറിനോട് ഇഷ്ടമായിരുന്നു. കാരണം ഫാദർ വഴക്ക് പറഞ്ഞത് കൊണ്ടാണ് അവൻ വന്നത് അല്ലെ. ആ വിഷമം തീർക്കാനാണ് ഇവിടെ വന്നത് കൊണ്ടാണ് അവൻ ആരെ കാണാൻ പറ്റിയത്? രാം നാരായണനെ കാണാനായിട്ട് പറ്റിയത്. അപ്പൊ അവന് ഫാദറിനോട് ഇഷ്ടം തോന്നി. ഫാദറിനെ വഴക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നേനെ, ഞാൻ ഇങ്ങോട്ട് വരില്ല, എനിക്ക് രാം നാരായണനെ കാണാൻ പറ്റില്ല, എന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ഉണ്ടാവില്ലായിരുന്നു എന്ന്. അപ്പൊ പിറ്റേ ദിവസം കാലത്ത് അവൻ എഴുന്നേറ്റു. ഹി സ്റ്റാർട്ടഡ് ഹിസ് ഡെയിലി റുട്ടീൻ ഒക്കെ കഴിഞ്ഞു. പാല് കുടിക്കുകയാണ്. അവൻ ചായ കുടിച്ച് ഹി ഹാഡ് ദ മിൽക്ക്. പാല് കുടിച്ചു. അവിടെ ഇറങ്ങി ഓടുകയാണ്. അമ്മ ചോദിക്കുന്നതിന് മുമ്പേ, എങ്ങോട്ടാ പോകുന്നതെന്ന് അമ്മ ചോദിച്ചു തീരുന്നതിന് മുൻപേ ഹി റാൻ ടു ദ നെഹ്റു സ്റ്റേഡിയം. അവിടെ പോയിട്ട് ഈ സ്റ്റേഡിയത്തിൽ പോയി അവിടെ നോക്കാൻ വേണ്ടി. കാരണം എന്താണ്? ഹി വാസ് റിയലി ഹാപ്പി.
അവന് ഭയങ്കര സന്തോഷത്തോടു കൂടി അവൻ എന്നുവെച്ചാൽ നെഹ്റു സ്റ്റേഡിയം ഒന്ന് കാണാനുള്ള കൊതി, അവൻ അവിടെ ഓടേണ്ടതല്ലേ, അപ്പൊ ആ സ്റ്റേഡിയം കാണാൻ വേണ്ടി എന്നിട്ട് വേണം അവൻ ഓട്ടം പ്രാക്ടീസ് ചെയ്യാൻ. ഇതുവരെയാണ് നമ്മൾ ഇന്നലെ എടുത്തത്. ഈ 2 ദിവസം കൊണ്ട് നമ്മൾ എടുത്തു തീർത്തത് അതാണ് തരുണിനെ കുറിച്ച്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇല്ലേ? നന്നായിട്ട് വായിച്ചിട്ടില്ലേ എല്ലാവരും? ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് 3rd സെഷൻ ആണ്. നമ്മുടെ ഈ ക്ലാസ്സിന്റെ 3ാമത്തെ ഭാഗമാണ്. നമ്മുടെ പാഠത്തിലെ 3ാമത്തെ ഭാഗം നമ്മൾ എടുക്കുകയാണ്. പേജ് നമ്പർ 10. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. പേജ് നമ്പർ 10ലെ ലാസ്റ്റ് പാരഗ്രാഫ്, അവിടെ വരെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. എല്ലാവർക്കും ഓർമ്മയില്ലേ? അപ്പൊ ഇനി തുടങ്ങാണ്. അപ്പൊ 8 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി 9ാമത്തെ തുടങ്ങിയാണ്. അപ്പൊ അതിന് ഈ പാരഗ്രാഫാണ്. പാഠം ആദ്യം എടുക്കാൻ നോക്കാം. തരുൺ started his practicing zealously. എന്താ zealously? zealous വളരെ ആവേശത്തോടുകൂടി, അസൂയാവഹമായ രീതിയിൽ എന്നുവെച്ചാൽ ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട് അവന്റെ പ്രാക്ടീസിങ് തുടങ്ങി. കാരണം 5 ദിവസം, ഈ 5 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ആ മത്സരത്തിൽ ഫസ്റ്റ് ആവണം. എങ്കിലാണ് രാമനാരായണൻ കോച്ചായിട്ട് വരുള്ളൂ. അല്ലാതെ അവന് കോച്ചിങ്ങിനൊന്നും പോകാനായിട്ട് സാധിക്കില്ല. കാരണം ട്രെയിനിങ് ഈസ് വെരി എക്സ്പെൻസീവ്. ഹിസ് ഫാമിലി ഈസ് എ മിഡിൽ ക്ലാസ് ഫാമിലി. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ദേ കാന്റ് അഫോർഡ് ദ എക്സ്പെൻസസ് ഓഫ് ദിസ് ട്രെയിനിങ്. ട്രെയിനിങ്ങിന്റെ എക്സ്പെൻസ് ഒന്നും അവന്റെ ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യാണ്? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എന്താ ചെയ്ത് നോക്കുക, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. ഹൗ ഡിഡ് ഹി ഡു ഹിസ് പ്രാക്ടീസ്? എവറി ഡേ ഹി വുഡ് ഗെറ്റ് അപ്പ് അറ്റ് 4 in the morning. എവറി ഡേ, എല്ലാ ദിവസവും ഹി വുഡ് ഗെറ്റ് അപ്പ് അറ്റ് 4. എത്ര മണിക്ക് എഴുന്നേക്കും? 4 മണിക്ക് എഴുന്നേക്കാണ്. ഇൻ ദ മോർണിംഗ്, കാലത്ത് 4 മണിക്ക് എഴുന്നേക്കും. ആൻഡ് റൺ അപ് ടു 10 miles. എത്ര ഓടും? 10 മൈൽ. 10 മൈൽ ഒരു ദിവസം അവൻ ഓടും. ഇൻ ദ ഈവനിങ് he would time himself. അവൻ സമയം കണ്ടെത്തുകയാണ് according to the 1000 meter distance prescribed by the competition. He would time to himself according to the 1000 meter distance prescribed by the competition. ഈ കോമ്പറ്റീഷന് വേണ്ടി അവൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാണ് അല്ലെ? കാലത്തോടും അത് കഴിഞ്ഞ് വൈകിട്ടും 1000 meters ഓടി തളർന്ന് അവൻ ചെയ്യാണ്. He wanted everything to be perfect. കാരണം അത്രയും ആവശ്യതയായിട്ടും നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ നമ്മൾ നന്നായിട്ട് അതിന് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും അല്ലെ? അപ്പൊ അതുപോലെ ഇവൻ എത്ര തളർന്നാലും അവൻ ഓടുകയാണ്. കാരണം എന്താ? അവന്റെ ഉള്ളിൽ ആഗ്രഹം. നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് ഓടണമെങ്കിൽ ഓടുകയോ? ഇല്ല. നമുക്ക് ക്ഷീണം തോന്നി, വയ്യാതെ തോന്നി നമ്മൾ പോവും. പക്ഷെ നമ്മുടെ സ്വന്തം അവൻ തന്നെ തീരുമാനിച്ചതാണ് അവന് ഗുഡ് റണ്ണർ ആവണം. അതുകൊണ്ട് എന്ത് ക്ഷീണം ഉണ്ടായാലും അവനത് തരണം ചെയ്യാണ്. ഹി വാണ്ടഡ് എവറിത്തിങ് ടു ബി പെർഫെക്റ്റ്. എല്ലാം പെർഫെക്റ്റ് ആവണം. പെർഫെക്റ്റ്, പൂർണ്ണ രൂപത്തിൽ ശരിയാവണമെന്ന്. ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ്. അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് that he was demanding such perfection in things he did, he thought. ചിന്തിക്കുക. അവൻ ആലോചിക്കുകയാണ്. അവൻ അവിടെ ഇരുന്നുകൊണ്ട് ഒരു ആലോചന. എന്താ ആലോചിച്ചത്? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ. സാധാരണ കുട്ടികളോട് പഠിക്കുക എന്ന് പറയുമ്പോൾ അവർ പഠിക്കും അല്ലേ? പഠിക്കും. പക്ഷെ അവരുടെ ഇഷ്ടം കൊണ്ടല്ല അവർ പഠിക്കണേ. അവരത് പഠിക്കും, കുറേശ്ശെ പഠിച്ചു, അത് പിന്നെ ബാക്കി വെക്കും. പെർഫെക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ സ്വന്തം ആഗ്രഹം കൊണ്ടാ പഠിക്കുന്നില്ല. എനിക്ക് നാളെ ശരിക്കും നന്നായിട്ട് ഉത്തരം വരണം, ഞാൻ ഫസ്റ്റ് ആവണം, അല്ലെങ്കിൽ എനിക്ക് ശരിക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും ഇല്ലേ? അപ്പോ ഇവിടെയും അവൻ അവന്റെ ഇഷ്ടത്തിലാണ്. അതുകൊണ്ട് അവൻ പറയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സംഭവത്തിലും ഒരു കാര്യത്തിലും, ഏത് പഠിത്തത്തിലായാലും കളിയിലായാലും ഓട്ടത്തിലായാലും എന്തിലായാലും അവൻ ഇത്രയും ആഗ്രഹം ഉണ്ടായില്ല പെർഫെക്റ്റ് ആവണമെന്ന്. ആ പെർഫെക്ഷൻ വേണമെന്ന് ആദ്യമായിട്ടാണ് ഇപ്പൊ അവന് തോന്നിയത്. ഹി ഓൾസോ വാണ്ടഡ് സംവൺ ടു ബാക്ക് ഹിം അപ്പ്. പക്ഷെ അവന് തോന്നുകയാണ്, അവന് ആഗ്രഹമുണ്ട് ഞാൻ തന്നെ വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും എനിക്ക് നടക്കുമോ? പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിൽ അവൻ ആഗ്രഹിക്കുകയാണ് ടു ബാക്ക് ഹിം അപ്പ്. ബാക്ക് ഹിം, പിന്നിൽ നിൽക്കുക എന്ന് വെച്ചാൽ എന്താണ്? പിന്താങ്ങുക എന്ന് വെച്ചാൽ എന്താ? പിന്തുണയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. ആൻഡ് സോ ഹി ടോൾഡ് എവറിത്തിങ് ടു ഹിസ് മദർ. അതുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും അവന് തോന്നി അവനെ പിന്താങ്ങാൻ, അവന്റെ പിന്നിൽ നിൽക്കാൻ, അവന്റെ കൂടെ നിൽക്കാൻ, അവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണം. വീട്ടിൽ ആരും അവന്റെ സൈഡില്ല അല്ലെ? എല്ലാവരും അവനെ കളിയാക്കല്ലേ? പക്ഷെ അവസാനം അവൻ ആരെയാണ് അതിനെടുക്കുന്നത്? ഹി ടെൽ എവറിത്തിങ്. എല്ലാം, കുറച്ചല്ല, എല്ലാം ചെന്ന് ആരോട് പറയാണ്? അമ്മോട് പറയാണ്. കാരണം അമ്മ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവൻ അമ്മോട് പറഞ്ഞു.
അപ്പൊ പാരഗ്രാഫിൽ ഇത്രയാണ് പറഞ്ഞത്. എന്താണ്? പിറ്റേ ദിവസം കാലത്ത് അവൻ ഓടിയത്, അവന്റെ പ്രാക്ടീസ്. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും, വൈകിട്ടും അവൻ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ അവനൊരു പെർഫെക്ഷൻ വേണമെന്ന് തോന്നാണ്. അപ്പൊ അവൻ എല്ലാ കാര്യങ്ങളും ആരോട് പറയാണ്? അവന്റെ അമ്മോട് പറയാണ്. അടുത്ത പാരഗ്രാഫ് നോക്കാം. കണ്ടില്ല എല്ലാരും? തരുൺ പ്രാക്ടീസ് വിഗറസ്ലി ഫോർ 5 days. അപ്പൊ ഇനി എത്ര ദിവസം കഴിയുമ്പോ വരാന്നാ പറഞ്ഞത്? 5 ദിവസം. അപ്പൊ 5 ദിവസം ഉണ്ട് ഇതിന്. അപ്പൊ 5 ദിവസം കഴിഞ്ഞിട്ടാണ്, 5 ദിവസത്തിന് വേണ്ടി പ്രാക്ടീസിന് സമയമുണ്ട്. ഈ 5 ദിവസവും അവൻ പ്രാക്ടീസ് വിഗറസ്ലി, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു, നല്ല ഹാർഡ് വർക്ക് ചെയ്തു. ആൻഡ് ദെൻ പ്രോംപ്റ്റ്ലി കൃത്യസമയത്ത് മെറ്റ് രാം നാരായൺ ടു കളക്ട് എ പാർട്ടിസിപ്പേഷൻ കാർഡ്. ഈ പാർട്ടിസിപ്പേഷൻ കാർഡ് ആരാ കൊണ്ടുവരാം? അവന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കാർഡ് കൊണ്ട് ആര് വരാമെന്ന് പറഞ്ഞിരുന്നു? രാം നാരായൺ വരാമെന്ന് പറഞ്ഞു. അപ്പൊ കൃത്യസമയത്ത് രാം നാരായണനെ മീറ്റ് ചെയ്തു. അങ്ങനെ രാം നാരായണന്റെ അടുത്ത് അവൻ പോയി ആ കാർഡ് വാങ്ങിക്കുകയാണ്. ഹി ഗേസ് അറ്റ് ദ പീസ് ഓഫ് പേപ്പർ. ഹി ഗേസ് ചെയ്യാം, തുലിച്ചു നോക്കുകയാണ്. അറ്റ് ദ പീസ് ഓഫ് പേപ്പർ ഓൺ വിച്ച്, ഏതാ കഷ്ണം കടലാസ്? രാംനാരായൺ കൊണ്ടുവന്ന കടലാസ് അല്ലെ? രാംനാരായൺ കൊണ്ടുവന്ന കടലാസ് എന്താ? അവന്റെ കാർഡ്, എൻട്രി പാസ്, അവന് കിടക്കാനുള്ള പാസ്. അതിലേക്ക് അവൻ നോക്കെടുക്കാൻ, ആ പാസില് അവന്റെ പേരുണ്ടാവില്ലേ, ആ പേരിലേക്ക് നോക്കി. He gazed at the piece of paper on which his name had been printed boldly. എന്താ boldly? bold വലുതാക്കി, നല്ല തെളിച്ചത്തില് അവന്റെ പേര് വലുതാക്കി, നല്ല തെളിച്ചത്തില് നന്നായിട്ട് അവന് കാണാൻ പറ്റുന്ന വിധത്തില് ആ കാർഡില് ആ ഒരു അവന് കിട്ടിയ അവന്റെ എൻട്രി പാസില് ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഇറ്റ് മെന്റ് സോ മച്ച് ടു ഹിം. അത് അവന് വളരെയധികം വലിയൊരു വസ്തുവായിരുന്നു അല്ലെ? എന്നുവെച്ചാൽ അവനത് വലിയൊരു കാര്യമായിരുന്നു. അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അനുഭവമാണ് ഒരു റേസിൽ അവനെ പങ്കെടുക്കാൻ, അതും രാംനാരായൺ അവന് എൻട്രി പാസ് കൊണ്ടുവന്ന് കൊടുക്കാം. However hard, I must win the race, thought he. പക്ഷെ അപ്പം വിചാരിക്കണേ, ഈ പാസ് കിട്ടി കഴിഞ്ഞപ്പോ അവന്റെ മനസ്സിലൊരു ചിന്ത വന്നു. However hard, എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, I must win this race. ഏത് റേസിലാ? എവിടെ നടക്കണേ? നെഹ്റു സ്റ്റേഡിയത്തിൽ. എന്നാ? November 14th. ഈ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ റേസില് എനിക്ക് പങ്കെടുക്കണം. എനിക്ക് പങ്കെടുക്കാൻ മാത്രം പോരാ, എനിക്ക് വിൻ ചെയ്യണം, എനിക്ക് വിജയിക്കണമെന്ന്. ഹി വാണ്ടഡ് ടു ഷോ ഹിസ് ഫാദർ. ഇനി എന്തിനാണ് അവന് വിജയിക്കാൻ തോന്നിയത്? എന്തുകൊണ്ടാണ്? എന്താ ഒരു കാരണം? അവൻ വീട്ടിൽ ആരായിരുന്നു? അവന് തോന്നിയത് അവൻ ബ്ലാക്ക് ഷിപ്പ് ആണെന്ന്. അതൊന്നും മാറിക്കിട്ടണം. വീട്ടിലെ ഒന്നിനും കൊള്ളരാത്തവൻ ആവരുത്, എനിക്ക് വീട്ടിലെ എന്തൊക്കെയോ ഒരു അംഗീകാരം കിട്ടണമെന്ന് തോന്നുകയാണ്. ഹി വാണ്ടഡ് ടു ഷോ ഹിസ് ഫാദറിനെ കാണിച്ചു കൊടുക്കണം that he was not really the black sheep of the family. ഞാൻ ഒന്നിനും കൊള്ളരാത്തവൻ മാത്രമല്ല, ഞാൻ ഈ വീട്ടിൽ ഒന്നിനും കൊള്ളാത്തവനല്ല എന്ന് ആരെ ബോധ്യപ്പെടുത്തണം? ഫാദറിനെ ബോധ്യപ്പെടുത്തണം. And that he would be good at something at least. പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും good at something, വേറെ എന്തെങ്കിലും കഴിവ് എനിക്കുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് പാട്ടിൽ പറയുന്നുണ്ട് he was not a good singer, ഗുഡ് ഡാൻസർ, ഗുഡ് ആക്ടർ, അങ്ങനെ ഒരു കഴിവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവന് ഇതെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം. നല്ല ഓട്ടക്കാരനായിട്ട് ഈ മത്സരത്തിൽ ജയിച്ച് ഈ റേസില് വിൻ ചെയ്ത് വന്നു കഴിയുമ്പോ ഫാദറിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഞാനൊരു ബ്ലാക്ക് ഷിപ്പ് അല്ല, ഐ വാസ് ഗുഡ് അറ്റ് സംതിങ്, എന്തെങ്കിലുമൊക്കെ ഗുണം എനിക്കുണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ അന്നത്തെ ദിവസത്വമാണ്. അപ്പൊ നമ്മുടെ ഇൻസിഡന്റ് ഇവിടെ തുടങ്ങി. നമ്മുടെ ഇൻസിഡന്റ് തുടങ്ങുകയാണ്. ഇത് അവന്റെ ഡയറി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം. November 14th ആ സംഭവം, അന്ന് രാത്രി അവന് ഡയറി എഴുതണം. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി ശരിക്കും പഠിക്കുക. ഡയറിയാണ് കേട്ടോ. എന്നാ ദിവസം? ഇറ്റ് വാസ് November 14th ആണ്. കാരണം എന്താ November 14th പ്രത്യേകത കേട്ടിട്ടുണ്ടോ? November 14th ഇറ്റ് വാസ് എ ചിൽഡ്രൻസ് ഡേ. ആ ചിൽഡ്രൻസ് ഡേയിലാണ് ആ നെഹ്റു സ്റ്റേഡിയത്തിൽ റേസ് നടക്കുകയാണ്. ബോവിംഗ് ലോ ഫോർ ദ ബ്ലെസ്സിങ് ഓഫ് ഹിസ് മദർ. കളിക്കാൻ പോവാണ്. എല്ലാ കാര്യങ്ങളും അവൻ ആരോട് പറഞ്ഞിട്ടുണ്ട്? മദറിനോട്. അപ്പൊ മദറിന്റെ ബ്ലെസ്സിങ്സ് അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഹി ബോവ് ലോ, തല കുനിക്കുകയാണ്. ബോവിംഗ് ലോ ഫോർ ദ ബ്ലെസ്സിങ് ഓഫ് ഹിസ് മദർ, തരുൺ പെഡൽഡ് അവേ ടു ദ സ്റ്റേഡിയം. പെഡൽഡ്, സൈക്കിളിന്റെ പെഡൽ ചവിട്ടുക. എന്തിനാ സൈക്കിളിന്റെ പെഡൽ ചവിട്ടുക? സൈക്കിൾ ചവിട്ടുന്നവരല്ലേ നിങ്ങളൊക്കെ? സൈക്കിളിന്റെ പെഡൽ ചവിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? സൈക്കിൾ നീങ്ങാൻ. അവൻ ഓടിച്ചു പോയി. അപ്പൊ പെഡൽ രവേ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം? സൈക്കിളിന്റെ പെഡൽ ചവിട്ടി നിന്നാണോ?
പെഡൽഡ് അവേ, പെഡൽമേ ചവിട്ടി അവൻ പോയി. എന്ന് വെച്ചാൽ അവൻ സൈക്കിൾ എടുത്ത് വേഗം പോയി ചവിട്ടി പോവുകയാണ് ടു ദ സ്റ്റേഡിയം. അപ്പൊ അമ്മയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് അവൻ അന്നത്തെ മത്സരത്തിന് പോവുകയാണ്. There was a huge crowd waiting to go inside. അവിടെ ചെന്ന് അവൻ കണ്ടത് എന്താണ്? ഒരു ഹ്യൂജ് ക്രൗഡിനെ, വലിയൊരു ജനക്കൂട്ടം അവിടെ വെയിറ്റിംഗ് ടു. ആളുകൾ ഇപ്പൊ ഒരു മത്സരം അവിടെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കാണാൻ, ഈ കളി കാണാൻ അകത്തേക്ക് കടക്കണ്ടേ? അപ്പൊ അതിനു വേണ്ടി, ടിക്കറ്റിന് വേണ്ടി ആളുകൾ പുറത്ത് ഇങ്ങനെ ക്യൂ നിൽക്കുന്നതാണ് അവൻ കണ്ടത്. പക്ഷെ തരുൺ അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? തരുൺ entered the office where a sign board read. അവിടെ ഒരു സൈൻ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ സൈൻ ബോർഡ് എഴുതി വെച്ചത്? പാർട്ടിസിപ്പൻസ് ഓൺലി. ആർക്ക് പങ്കെടുക്കാം? പാർട്ടിസിപ്പൻസ്. ആരാ പാർട്ടിസിപ്പൻസ്? പങ്കെടുക്കുന്നവർക്ക് മാത്രം അതിലേക്ക് കടക്കാമെന്ന്. ബാക്കിയുള്ളവരൊക്കെ കാണികളാണ്, സ്പെക്ടേറ്റേഴ്സ് ആണ്. ഈ സ്പെക്ടേറ്റേഴ്സ് കടക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. വിത്ത് എ ഹാർട്ട് കടക്കുന്നത് എങ്ങനെയാണ് അവൻ കടന്നത്? വിത്ത് ഹിസ് ഹാർട്ട് ബീറ്റിംഗ്. എപ്പോഴാണ് നമ്മുടെ ഹൃദയം ഇടിക്കുക? സാധാരണ ഇടിക്കും, എപ്പോഴും ഇടിക്കും. പക്ഷെ എപ്പോഴാണ് കുറച്ചും കൂടി ഫാസ്റ്റർ ആവുക? ഹൃദയമിടിപ്പ് കൂടുതൽ, ടെൻഷൻ കൂടുമ്പോ അല്ലെ? അപ്പൊ അവന്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. ഹിസ് ഹാർട്ട് ബീറ്റിംഗ് ഫാസ്റ്റർ എവറി സെക്കൻഡ്. ഓരോ അകത്തേക്ക് ഇങ്ങനെ കടക്കണം. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരം. അപ്പൊ അവൻ അവിടെ കണ്ടു പാർട്ടിസിപ്പൻസ് ഓൺലി. അപ്പൊ അതിലേക്ക് കടക്കാനായിട്ട് അവൻ കടന്നു തുടങ്ങിയപ്പോ ഓരോ സെക്കൻഡിലും അവന്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു. ഇൻസൈഡ് there were about 50 participants. എത്ര പേരുണ്ടായിരുന്നു? എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു? 50 പേരാണ് വെയിറ്റിംഗ് ഫോർ ദ റേസ് ടു ബിഗിൻ. ഈ റേസ് തുടങ്ങുന്നതും കാത്തുകൊണ്ട് 50 പേര് അവിടെ നിൽക്കുകയാണ്. അപ്പൊ അന്നത്തെ ദിവസം നവംബർ 14 മത്സരം തുടങ്ങാറായി. വീട്ടിൽ നിന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് അവൻ അമ്മോട് വരാനൊന്നും പറഞ്ഞില്ല. കാരണം അമ്മ വരുമോ സപ്പോർട്ട് ചെയ്യുമൊന്നും അറിയില്ല. അവൻ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചു, സൈക്കിൾ ചവിട്ടി ഓടി നെഹ്റു സ്റ്റേഡിയത്തിലെത്തി അകത്തേക്ക് കടന്നു. ഇത്രയാണ് നമ്മുടെ. He felt someone patting him on his shoulder. അവന് ഭയങ്കര ടെൻഷനിലാണ് അവൻ അകത്തേക്ക് കടക്കണത് അല്ലെ? അകത്ത് കിടന്ന അവൻ എന്ത് ചെയ്തു? ടെൻഷനിൽ അകത്ത് ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ആരോ വന്ന് അവന്റെ പുറത്ത് തട്ടുകയാണ്, ടാറ്റിങ്. പുറത്ത് പതുക്കെ വന്ന് തലോടി തട്ടിക്കൊണ്ട് പറയുകയാണ് ഓൺ ഷോൾഡർ, ഹലോ തരുൺ, ഹലോ തരുൺ എന്ന് ആരോ വന്ന് പുറത്ത് തട്ടി വിളിക്കുകയാണ്. ആരായിരുന്നു അത്? ഇറ്റ് വാസ് രാംനാരായൺ. രാംനാരായൺ പറയാണ് ഓൾ ദ ബെസ്റ്റ് പറയാണ്. നമ്മളൊരു മത്സരത്തിന് പോണ ആളെ വിഷ് ചെയ്യും അല്ലെ? നന്നായി വരട്ടേന്ന്. ഹി സെഡ് അഫെക്ഷനേറ്റ്ലി, ലവിംഗ്ലി, വളരെ സ്നേഹത്തോടുകൂടി അവന്റെ പുറത്ത് തലോടിക്കൊണ്ട്. രാംനാരായൺ അവന് വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കായിരുന്നു. അങ്ങനെ അവൻ കടന്നു ചെന്ന സമയത്ത് അവന് പുറത്ത് തലോടിക്കൊണ്ട് പറയുകയാണ് എന്താണ്? ഓൾ ദ ബെസ്റ്റ് പറയാണ്. അപ്പൊ അമ്മയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം കിട്ടി, ഇപ്പൊ രാംനാരായണന്റെ കയ്യിൽ നിന്നും അനുഗ്രഹം കിട്ടി. തരുൺ സ്മൈൽഡ് അറ്റ് ഹിം ബട്ട് ഡിഡ് നോട്ട് സേ എ വേർഡ്. ഒരു വാക്ക് പോലും അവൻ പറഞ്ഞില്ല. പേടിയാണ് രാംനാരായൺ, ഇത്രയും വലിയൊരു വ്യക്തി, തിരിച്ചങ്ങോട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഒന്ന് ചിരിച്ചു. ഫിയർ ഹാഡ് ഗ്രിപ്ഡ് ഹിം ഫ്രം ഹെഡ് ടു ഫീറ്റ്. എന്താ കാരണം? ഫിയർ, പേടിയാണ് അവനെ ഗ്രിപ്പ് ചെയ്തത്. ഫ്രം ഹെഡ് ടു ഫീറ്റ്, തല തുടങ്ങി ഫൂട്ട് വരെ, അടി വരെ പേടിച്ച് അവനിങ്ങനെ വിറയ്ക്കുകയായിരുന്നു എന്ന്. അപ്പൊ പേടിച്ചു വിറച്ച അവന് ചിരിക്കാൻ മാത്രം സാധിച്ചല്ലോ, ഒന്നും മറുപടി പറയാൻ സാധിച്ചില്ല. All the participants lined up. അങ്ങനെ മത്സരം തുടങ്ങി. എല്ലാ പാർട്ടിസിപ്പൻസും നിരന്ന് നിന്നു. എവരി ഫേസ്, മത്സരത്തിൽ നിൽക്കുന്ന കുട്ടികളുടെ മുഖത്തൊക്കെ എന്തായിരിക്കും? ഞാനാ ജയിക്കുള്ളൂ. അങ്ങനെയുള്ളൊരു ഇതല്ലേ. എവരി ഫേസ് ഗ്ലിറ്റേർഡ്, എല്ലാ മുഖം തിളങ്ങുകയാണ്. എങ്ങനെ? വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിങ് ദ റേസ്. ഞാനായിരിക്കും ജയിക്കുക എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും തിളങ്ങാനും മുഖമൊക്കെ ഞാനായിരിക്കും വിന്നർ. Every one of them had his family. കളിക്കാൻ വന്ന എല്ലാവരുടെയും ഫാമിലിയിലെ ആളുകൾ വന്നിട്ടുണ്ട് അവിടെ അല്ലെ? അവരെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഗാലറിയിൽ എല്ലാവരും കാണാം. ഈച്ച് വൺ ഓഫ് ദം ഹാഡ് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഫാമിലിയും ഫ്രണ്ട്സും ഉണ്ട്. ഇൻ ദ സ്റ്റാൻഡ്സ് മീൻസ് ആ ഗാലറിയിൽ, ആ സ്റ്റാൻഡിന് ഗാലറിയിൽ ആളുകൾ ഇരിക്കുന്നുണ്ട്. ടു ചിയർ ഫോർ ഹിം. ചിയറിംഗ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, അവരെ ചിയറപ്പ് ചെയ്യാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ ഫാമിലിയും അവരുടെ ഫ്രണ്ട്സും ഉണ്ട്, എല്ലാ ആളുകളുടെയും. ടു ഹിസ് അമേസ്മെന്റ്. അപ്പൊ ഇങ്ങനെ നോക്കി എല്ലാവർക്കും അവരുടെ ഫാമിലി ഉണ്ട്. ഇവന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരോടും വരാൻ പറ്റില്ല, ആരും പറഞ്ഞിട്ടില്ല. അമ്മയുടെ ബ്ലെസ്സിങ് വാങ്ങിച്ചവൻ പോന്നതാണ്. പക്ഷേ
അവൻ നോക്കിയപ്പോ ടു ഹിസ് അമേസ്മെന്റ്, അവന്റെ സർപ്രൈസ്, അവന്റെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു കാഴ്ച അവൻ കണ്ടു. എന്തായിരുന്നു ആ കാഴ്ച? തരുൺ caught the sight of his mother in the stand. ആ സ്റ്റാൻഡിമേ, ആ ഗാലറിമേ ആരുണ്ട്? തരുൺ നിൽക്കുകയാണ്. തരുൺ കണ്ടത് തരുൺ കാണാണ് ആ ഗാലറിയിൽ. തരുൺ നോക്കിയപ്പോ കണ്ടു ഹിസ് മദർ വാസ്, അവന്റെ മദർ അവിടെ ഇരിക്കുന്നതാണ് അവൻ കണ്ടത്. The fear in his eyes gave way to confidence. അത്ര നേരം പേടിച്ച് വിറച്ചു നിന്ന തരുണിന് അവന്റെ പേടി gave way to confidence. എവിടെയായിരുന്നു ഫിയർ ഇൻ ഹിസ് ഐസ്? കണ്ണിലുണ്ടായിരുന്ന പേടി വഴി മാറിക്കൊടുത്തു. എന്തിന്? പേടി മാറി. പേടിയുടെ സ്ഥാനത്ത് ഇപ്പൊ എന്ത് വന്നു? കോൺഫിഡൻസ്. അവനൊരു ധൈര്യം, ഒരു ആത്മധൈര്യം, സ്വയം ഒരു ആത്മവിശ്വാസം വരികയാണ്. അങ്ങനെ റേസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവൻ ആരെ കണ്ടു? പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. കണ്ടൊക്കെ ഇങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കുന്നു. ആ സമയത്ത് അവൻ കണ്ടു അവന്റെ അമ്മ ഗാലറിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ആ സ്റ്റാൻഡിൽ എല്ലാവരുടെയും പാരന്റ്സ് ഇരിക്കുന്നിടത്ത് അവന്റെ അമ്മേനെയും. അവന് ഭയങ്കര ആശ്വാസം. അവന്റെ പേടി മാറി, നല്ലൊരു ആത്മവിശ്വാസം വന്നു. വിസിൽ ബ്ലൂ. ആ സമയത്താണ് വിസിൽ അടിക്കുകയാണ്. all the participants started off with all their might, ശക്തി, എല്ലാ ശക്തിയും ഉപയോഗിച്ച് എല്ലാ പാർട്ടിസിപ്പൻസും ഓടാൻ തുടങ്ങി. മനസ്സിലാവുന്നില്ലേ? എല്ലാവരും വിസിലടിച്ച വഴിക്ക് എല്ലാവരും ഓടുകയാണ്. They were all determined to be the winner of the race. അവരൊക്കെ എന്തായി മാറി? എല്ലാവരുടെ ഉള്ളിൽ എന്താണ്? ഞാനായിരിക്കും വിന്നർ. എല്ലാവരും ഡിറ്റർമൈൻ ഉറച്ച തീരുമാനം. എല്ലാവരും നമുക്ക് ഏതെങ്കിലും മത്സരത്തിൽ പോകണം, ഞാൻ തോൽക്കാവോ എന്ന് പേടിച്ചിട്ട് ആരെങ്കിലും പോവോ? അങ്ങനെ പോണവര് തോൽക്കുള്ളൂ. ഞാൻ ഫസ്റ്റ് ആവും, ഞാൻ ജയിക്കും, എനിക്ക് പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓടുക. നല്ല ആത്മവിശ്വാസമുള്ളവർ അങ്ങനെ ഓടുക. അപ്പൊ എല്ലാവരും ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആയാലാണ് നമുക്ക് ശരിക്കും ഓടാനായിട്ട് സാധിക്കുള്ളൂ. They were all determined to be the winner of the race. In the lead ചെയ്ത് നിൽക്കുന്നത് ആരായിരുന്നു? Was the fastest of them all, തരുൺ. അങ്ങനെ മത്സരം തുടങ്ങി. എല്ലാവരും ഫസ്റ്റ് എത്തുന്നുള്ള പ്രതീക്ഷയില്. പക്ഷേ തരുണായിരുന്നു ലീഡ് ചെയ്ത് നിന്നിരുന്നത്. Seeing himself ahead of everybody, എല്ലാവരെക്കാളും മുന്നിൽ കണ്ടപ്പോ തരുൺ felt very proud of himself. തരുൺ സ്വയം അവന് പ്രൗഡാണ് ഓഫ് ഹിംസെൽഫ്. അവനെ കുറിച്ച് പ്രൗഡ് തോന്നുകയാണ്. അവന് വളരെയധികം അഭിമാനം തോന്നി. അപ്പൊ എന്താണ് അവന് അഭിമാനം തോന്നാനുള്ള കാരണം? അവനാണ് ഫസ്റ്റ്, അല്ലെ? ഇപ്പൊ ലീഡ് ചെയ്ത് നിൽക്കുന്നത് അവനാണ്. അതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര അഭിമാനം തോന്നിയത്. ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും വരെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇന്ന് അവന്റെ റേസ് തുടങ്ങിയ ദിവസം നെഹ്റു സ്റ്റേഡിയത്തിൽ റേസ് തുടങ്ങുകയാണ്. പക്ഷെ അവൻ എന്ത് ചെയ്യാണ്? അവൻ ആരെയും കണ്ടില്ല. പക്ഷെ അവന്റെ അമ്മേനെ കാണുമ്പോ അവന് ഭയങ്കര ആശ്വാസം തോന്നി. അങ്ങനെ അവൻ ഓടാൻ തുടങ്ങി. അവൻ ഫസ്റ്റ് എത്തി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കേണ്ടത്. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ പറഞ്ഞുതരാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്നലെ നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ വരെ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഇന്ന് തുടങ്ങിയെടുത്ത ഈ ഭാഗം 9ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടോ? പേജ് നമ്പർ 10. ഹൗ ഡിഡ് തരുൺ പ്രിപ്പയർ ഫോർ ദ റേസ്? റേസിന് എങ്ങനെയാണ് അവൻ പ്രിപ്പയർ ചെയ്തത്? എങ്ങനെയാ? നേരെയുള്ള പാരഗ്രാഫ് ഒന്ന് നോക്കിക്കേ. തരുൺ started practicing zealously every day. He would get up 4 in the morning and run up to 10 miles. 10 മൈൽ ഓടും. In the evening he would time himself according to 1000 meters distance prescribed by the competition prescribe ചെയ്ത 1000 മീറ്റേഴ്സും അവൻ ഓടും. അപ്പൊ എങ്ങനെയാണ് അവൻ പ്രാക്ടീസ് ചെയ്തത്? അതെല്ലാവർക്കും കിട്ടി അല്ലെ? ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. He also wanted someone to back him up, and so he told everything to his mother. ആരെങ്കിലും ഒന്ന് അവനെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നാണ്. അപ്പൊ അവൻ അവന്റെ മദറിനോട് എല്ലാം പറഞ്ഞു. Do you think this kind of sharing will help him face his problem better? അവൻ അവന്റെ അമ്മോട് പറഞ്ഞത് അവന്റെ പ്രോബ്ലം ഫേസ് ചെയ്യാനായിട്ട് അവന് സഹായിച്ചോളിയത്. Why? എന്താ? അവന്റെ അമ്മ വന്ന് സ്റ്റേഡിയത്തിൽ അമ്മേനെ കണ്ടപ്പോഴാണ് അവന് എന്ത് കിട്ടിയത്? ധൈര്യം വന്നത്, അല്ലെ? അപ്പൊ അവൻ അമ്മോട് ഷെയർ ചെയ്തതുകൊണ്ടാണ് അവന് ആ
ഇതിൽ ജയിക്കാനായിട്ട് സാധിച്ചത്. അതിന്റെ ഉത്തരം എഴുതിക്കോ എല്ലാവരും. ചോദ്യം ഇതാണ്, ഡു യു തിങ്ക് ദിസ് കൈൻഡ് ഓഫ് ഷെയറിംഗ് വിൽ ഹെൽപ്പ് ഹിം ഫേസ് ഹിസ് പ്രോബ്ലംസ് ബെറ്റർ? വൈ? എന്തുകൊണ്ടാണ്? He knew K-N-E-W. He knew his mother would W-O-U-L-D would understand him. His mother would understand him. He believed that his mother's support, apostrophe s ഇടണം കേട്ടോ. മദർ എഴുതിയിട്ട് apostrophe s ആണ്. മദേഴ്സ് എന്ന അമ്മമാരല്ല, apostrophe s അമ്മയുടെ. മദേഴ്സ് സപ്പോർട്ട് would give him ആണ്. മദേഴ്സ് സപ്പോർട്ട് would give him G-I-V-E give him extra energy E-X-T-R-A extra energy E-N-E-R-G-Y energy to face his problems. അതിന്റെ അർത്ഥം പറഞ്ഞുതരാം. He knew his mother would understand him. അവനറിയാം അവന്റെ അമ്മ അവനെ മനസ്സിലാക്കും. He believed that his mother's support, മദറിന്റെ സപ്പോർട്ട് would help എങ്ങനെ അവനെ സഹായിക്കാം? എക്സ്ട്രാ എനർജി, അത് അവന്റെ അമ്മയുടെ ആ സപ്പോർട്ട് കിട്ടിയാൽ ഇറ്റ് വുഡ് ഗിവ് ഹിം എക്സ്ട്രാ എനർജി ടു ഫേസ് ഹിസ് പ്രോബ്ലംസ് ഫേസ് ചെയ്യാനുള്ള ധൈര്യം, ഒരു എക്സ്ട്രാ എനർജി, ഒരു കൂടുതലുള്ള ഒരു ശക്തി അവന് കിട്ടുമെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തിയാൽ മതി. വൈ ഡിഡ് തരുൺ റിയലി വാണ്ട് ടു വിൻ ദ റേസ്? എന്തുകൊണ്ടാ? നേരെ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞതാ. എന്തുകൊണ്ടാ? ആ ക്വസ്റ്റ്യന്റെ നേരെ കണ്ടോ? He wanted to show. കണ്ടില്ലേ പാരഗ്രാഫ്? അവിടെ അടയാളപ്പെടുത്തിയാൽ മതി. എന്തിനു വേണ്ടിട്ടാ? തരുണ് എന്തിനാ ജയിക്കണമെന്ന് തോന്നിയത്? He wanted to show his father that he was not really the black sheep of the family and that he could be good at something at least. എന്തെങ്കിലും കുറച്ചെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ നല്ലതാണെന്ന് കാണിക്കണം. And the last question, 12ാമത്തെ ക്വസ്റ്റ്യൻ. Tarun felt very proud of himself. What made him proud? എന്താ അവനെ പ്രൗഡ് ആക്കിയത്? എന്തുകൊണ്ടാണ് അവൻ അഭിമാനം കൊണ്ടത്? അത് ആ പാരഗ്രാഫ്, ലാസ്റ്റ് പാരഗ്രാഫ്, ആ പേജിന്റെ 11ാമത്തെ പേജിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് എല്ലാവരും കാണുന്നില്ലേ? All the participants line up. കണ്ടോ പാരഗ്രാഫ്? ആ പാരഗ്രാഫിലെ ലാസ്റ്റ് ലൈൻ മാത്രം മതി. Seeing himself ahead of everybody. എല്ലാവരെക്കാളും മുൻപിൽ അവനെ കണ്ടപ്പോ തരുൺ ഫെൽറ്റ് പ്രൗഡ് ഓഫ് ഹിം. അപ്പോഴാണ് തരുൺ അവനെ ഒറ്റ സെന്റൻസ് മതി കേട്ടോ. സീയിങ് ഹിംസെൽഫ് എഹെഡ് ഓഫ് എവരിബഡി. തരുൺ ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. അപ്പൊ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്. 9, 10, 11, 12 4 ക്വസ്റ്റ്യൻ നാളേക്ക് പഠിക്കണം, എഴുതിയിട്ടുണ്ടാവണം. ഈ എടുത്ത ഭാഗം എല്ലാവരും നന്നായിട്ട് വായിച്ചിട്ട് വരിക. ഓക്കെ.